പ്രൈസറോ കർത്താവിന്റെ അതിപരിസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനെ ചിന്തിക്കുക. ദൈവജന ഭാഗം വായിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. പ്രൈസറോ അവൻ വളർന്ന നസ്രയത്തിൽ വന്ന് ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. പ്രൈസലോ വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ് വായിച്ചത്. യേശുക്രിസ്തു വളർന്ന നസ്രയത്തിലെ ഹല്ലേലൂയ അവൻ പള്ളിയിൽ വന്ന് എഴുന്നേറ്റ് നിന്ന് തിരുവെഴുത്ത് വായിക്കുവാൻ തുടങ്ങിയ ഹല്ലേലൂയ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി വായിച്ച ഭാഗമാണ്: ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രഖ്യാപിക്കുവാനും പീഡിതരെ വിടിവിച്ച് അയക്കാനും കർത്താവിന്റെ പ്രസാദപക്ഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് ഇരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കിൽ പതിഞ്ഞിരുന്നു. അവൻ അവരോട്, ഇന്ന് നിങ്ങൾ എന്റെ വചനം കേൾക്കുകയും ഈ തിരുവെഴുത്ത് നിവർത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. എല്ലാവരും അവനെ പുകഴ്ത്തി അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. നമുക്ക് ഈ തിരുവെഴുത്ത് വളരെ നല്ല സുപരിചിതമാണ്. ഒരുപാട് നമ്മൾ വായിച്ചിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തു സർവജ്ഞാനിയാണ്, സർവശക്തനാണ്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചും യേശുക്രിസ്തുവിനെ കുറിച്ചും ഒക്കെ പഴയ നിയമത്തിൽ അനവധി ഭാഗം നമുക്ക് വായിച്ച് കാണാൻ കഴിയും. ഉള്ളത് പറഞ്ഞ മനുഷ്യൻ പാപം ചെയ്തപ്പം തൊട്ട് സ്ത്രീയിൽ നിന്ന് ഒരു സന്തതി ജനിക്കുമെന്ന് ഹല്ലേലൂയ ഉൽപ്പത്തി പുസ്തകം 3:15 ആരംഭിച്ച് ഹല്ലേലൂയ യേശുക്രിസ്തുവിനെ കുറിച്ച് സകല പ്രവാചകന്മാരും ഇതെല്ലാം പറഞ്ഞിട്ടും അന്നത്തെ യഹൂദന്മാർ അതൊക്കെ വായിച്ചിട്ടും യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ യേശു വളർന്ന് അവൻ ദൈവാലയത്തിൽ ചെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നിവർത്തി ആ വചനം വായിച്ചപ്പോഴും യേശുക്രിസ്തുവിന്റെ സർവജ്ഞാനത്തെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിയുന്നില്ല. പ്രൈസലോ ഇന്നത്തെ കാലഘട്ടം ഇതൊക്കെ തന്നെയാണ്. സർവജ്ഞാനിയായ ദൈവം തന്റെ ഭക്തന്മാരിൽ കൂടെ എഴുതി തന്നിരിക്കുന്ന വിശുദ്ധ തിരുവെഴുത്തുകൾ, നിത്യജീവന്റെ വചനങ്ങൾ നമ്മുടെ ജീവന്റെ അടിസ്ഥാനത്തിനും ജീവന്റെ സുരക്ഷിതത്തിനും ജീവന്റെ മാർഗത്തിനും ഒരു മനുഷ്യന്റെ നിലനിൽപ്പിനും സംരക്ഷണത്തിനും എല്ലാം ആധാരമായിരിക്കുന്ന ഹല്ലേലൂയ ഈ സത്യവേദ പുസ്തകത്തിൽ നൽകി തന്നിരിക്കുന്ന തിരുവെഴുത്തുകളെ ദൈവത്താൽ നിയോഗിച്ചയച്ച ദൈവത്തിന്റെ ദാസ്യദാസന്മാർ ദൈവം കൊടുത്ത ജ്ഞാനത്തോടെ പ്രൈസലോ ഈ വചനം വിളിച്ചു പറയുമ്പോൾ അന്നത്തെ യഹൂദന്മാരെ പോലെ തന്നെ ഇന്നത്തെ ജനത്തിന് ഈ വചനം മനസ്സിലാകാതെ പോകുന്നു. പ്രൈസലോ സർവജ്ഞാനിയായ ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കാൻ കഴിയാതെ പോകുന്നത് തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. പ്രൈസലോ ഈ ഭൂമിയുടെ, ഈ മനുഷ്യന്റെ, ഈ ലോകത്തിന്റെ അധികാരികളുടെ, ഭരണ സംവിധാനങ്ങളുടെ, മതങ്ങളുടെ, മത നേതാക്കന്മാരുടെ, സകല സയന്റിസ്റ്റുകളുടെയും സകല അല്ലുടിയ ഉന്നതാധികാരങ്ങളിൽ ഇരിക്കുന്നവരും വാഗ്മികളും പണ്ഡിതന്മാരും ഒക്കെ ആയിരുന്നാൽ ഇനി എന്തെല്ലാം ഉന്നതകുല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നാലും പ്രൈസറോ സർവജ്ഞാനിയായി ദൈവത്തിന്റെ വായിൽ നിന്ന് നമുക്ക് അരുളിച്ചെയ്ത ദൈവത്തിന്റെ വചനത്തെ ഗ്രഹിക്കാതെ പോകുമ്പോൾ, മനസ്സിലാക്കാതെ പോകുമ്പോൾ നാം എത്ര അല്ലൊരു അന്ധനായി പോയി എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെയാണ് ഈ ഭൂമി നേരിടുന്ന എല്ലാ പ്രതിസന്ധികളും എന്ന് പറയുന്നത് വ്യക്തം ചെയ്യാം. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചവരാണ് ഞങ്ങളൊക്കെ എല്ലാവരും. എന്നാൽ ഞങ്ങൾക്ക് ഈ തിരുവെഴുത്ത് നാം തിരിച്ചറിയുവാൻ, തിരുവെഴുത്ത് ഞങ്ങൾക്ക് പഠിക്കുവാൻ, തിരുവെഴുത്തിനെ കുറിച്ച് ഗ്രഹിപ്പാൻ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ബുദ്ധിയെ തുറന്നതുപോലെ ഞങ്ങളുടെ ദൈവം ബുദ്ധിയെ തുറന്ന് ഞങ്ങളുടെ ഉൾക്കണ്ണുകൾ പ്രകാശിച്ചപ്പോൾ ഞങ്ങൾക്ക് ഈ ദൈവജനത്തിന്റെ മാധുര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞു. സർവജ്ഞാനിയായി ദൈവത്തെ ഞങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ വചനം വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിക്കുന്നത്. എന്നെ കേൾക്കുന്ന മാതാപിതാവ്, ഈ ലോകത്തിൽ നിങ്ങൾ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല കേട്ടോ.
നിങ്ങൾക്ക് നാട്ടിലും വിദേശത്തും വലിയ സൗദങ്ങളുണ്ട്, ആഡംബര കാറുകളുണ്ട്, ഏറ്റവും വില കൂടിയ കോടികൾ വിലയുള്ള കാറ് നിങ്ങൾക്കുണ്ടായിരുന്നാലും ഇനി നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രങ്ങളിലെ ലോക രാജ്യങ്ങളിലെ ഏതെല്ലാം പുരസ്കാരം നിങ്ങൾക്ക് ലഭ്യമായാലും പ്രൈസലോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുവെഴുത്ത് സർവ്വജ്ഞാനിയായ യേശുവിന്റെ വചനം നിന്റെ ഉള്ളിൽ ഇല്ലെങ്കിൽ നീ പരാജിതൻ തന്നെയാണ്. അല്ലെ, എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും പരാജിതനാണ്. വചനം നിന്റെ ഉള്ളിലുണ്ടോ, നീ ഭാഗ്യവാനാ. സർവജ്ഞാനിയായ ദൈവം നിന്റെ ഉള്ളിൽ വസിക്കുന്നുണ്ടോ, നീ വളരെ ഭാഗ്യവാനാ. പ്രൈസലോ. അപ്പൊ കർത്താവിന്റെ ജീവിതം അല്ലുരിയ മുഴുവനും അല്ലുരിയ വളരെ ക്രമീകൃതമായിട്ടായിരുന്നു. കർത്താവിന്റെ ജീവിതം ഭൂമിയിലെ 33 തിരുവയസ്സ് യേശുവിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ക്രമീകൃതമായ രീതിയിൽ അച്ചടക്കത്തോടുകൂടി ആയിരുന്നു. പ്രൈസലോ. അവൻ പതിവ് പോലുള്ള പ്രാർത്ഥന സമയം ഉണ്ടായിരുന്നു. പതിവ് പോലെ പ്രാർത്ഥന സമയം യേശുവിനുണ്ടായിരുന്നു. അല്ലേലിയ. ഒരു സ്ഥലം അവൻ അതിനുവേണ്ടി തെരഞ്ഞെടുത്തിരുന്നു. അല്ലേലിയ. പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് കർത്താവ് ഇപ്പോഴും സ്ഥലം തെരഞ്ഞെടുക്കുമായിരുന്നു. അപ്പൊ യേശു ക്രിസ്തുവിന് ക്രമീകൃതമായ ഒരു ജീവിതമുള്ളതുപോലെ, പ്രാർത്ഥന ജീവിതമുള്ളതുപോലെ എന്നെ കേൾക്കുന്ന പ്രസോദാവി, നിങ്ങൾക്കും ക്രമീകൃതമായ ഒരു ജീവിതം ഉണ്ടായിരിക്കണം. ജീവിതത്തിൽ അനുസരണത്തിന്റെ മനോഭാവം ഉണ്ടായിരിക്കണം. മാത്രമല്ല പ്രാർത്ഥിക്കുവാനുള്ളൊരു നല്ല മനസ്സുണ്ടായിരിക്കണം. പ്രൈസലോ. അപ്പൊ യേശുവിനെ പ്രാർത്ഥിക്കുവാൻ പ്രത്യേകമായ ഒരു സ്ഥലം ഉണ്ടായിരുന്നു എന്ന് വിശുദ്ധ തിരുവെഴുത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാം, സമയം ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 39-ാമത്തെ വാക്യം വായിക്കും. പിന്നെ അവൻ പതിവ് പോലെ ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി, ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. ആ സ്ഥലത്തെത്തിയപ്പോൾ യേശു അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിപ്പിനെന്ന് പറഞ്ഞു. താൻ അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം മാറിപ്പോയി മുട്ടുകുത്തി, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പൊ യേശുവിന്റെ ക്രമീകൃതമായ ജീവിതമുണ്ട്, പ്രാർത്ഥിക്കുവാനുള്ള ഒരു നല്ല മനസ്സുണ്ട്, പ്രാർത്ഥിക്കാൻ താൻ പ്രത്യേകമായി സ്ഥലം തെരഞ്ഞെടുത്തു. അപ്പൊ നമ്മുടെ ജീവിതത്തിലും നാം ക്രമീകൃതമായ ജീവിതം നയിക്കുമ്പോൾ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം പ്രാർത്ഥനയ്ക്ക് കൊടുക്കണം. ഒരു ദിവസം പോലും മുടങ്ങാതെ പ്രാർത്ഥിക്കാൻ കഴിയണം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ പലപ്പോഴും പ്രാർത്ഥന മുടക്കുന്നവരാ. പലപ്പോഴും നമ്മൾ പ്രാർത്ഥന മുടക്കും, പ്രാർത്ഥനയ്ക്ക് നമുക്ക് സമയമില്ല. എന്നാൽ ഈ കാണുന്ന മുഴു ലോകത്തിന്റെ സൃഷ്ടമായിരിക്കുന്ന സർവജ്ഞാനിയായ ദൈവത്തിന് പ്രാർത്ഥന മുടക്കുക എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. യേശു എന്നും പ്രാർത്ഥിക്കുന്നവനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഇന്നും പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആ ദൈവശബ്ദം കേൾക്കും കേട്ടോ. പ്രാർത്ഥിക്കുന്നവരോടെ ദൈവം സംസാരിക്കത്തുള്ളൂ. പ്രാർത്ഥിക്കുന്നവരോടെ ദൈവശബ്ദം അല്ലെങ്കിൽ തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. പ്രാർത്ഥിക്കുന്നവന്റെ അരികിലേക്ക് ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നത്. അല്ലേലേ, ഞാൻ അത് കണ്ടു, ഇത് കണ്ടു, അങ്ങനെ കണ്ടു, ഇങ്ങനെ കണ്ടു എന്നൊക്കെ പറയുന്നതിനെക്കാട്ടും നല്ലത് പ്രാർത്ഥിച്ച് ദൈവശബ്ദം കേൾക്കണം. അല്ലേലേ, നിങ്ങൾ പലരോടും ചോദിച്ച അവർ പറയും ഞങ്ങളെല്ലാം യേശുവിനെ കണ്ടിട്ടുണ്ടെന്ന് പറയും. ഞാൻ ഒത്തിരി പേര് ചോദിക്കാറുണ്ട്, എല്ലാവരും പറയാറുണ്ട് ഞങ്ങൾ യേശുവിനെ കണ്ടു. അപ്പൊ ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾ എങ്ങനെ യേശുവിനെ കണ്ടത്? അല്ലേലിയ. ചിലരൊക്കെ യേശുവിനെ കണ്ട കാര്യം പറഞ്ഞാൽ എന്റെ മോനെ നമ്മൾ ചിരിച്ചു മടുക്കും. അങ്ങനൊക്കെയാ ചിലർ പറയുന്നത്. കാരണം അവർക്ക് എന്തൊക്കെയോ അവർ കണ്ടു കേട്ടങ്ങ് പറയുക. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, യേശുവിനെ കണ്ടു എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ അതിന്റെ സാഹചര്യം എന്താണെന്ന് നീ മനസ്സിലാക്കണം. മറ്റൊരാളോട് പറയുമ്പോൾ നീ ലജ്ജിതനായി മാറരുത്. എന്നാൽ ഒരു പ്രാർത്ഥിക്കുന്ന ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം ക്രമീകൃതമായ ജീവിതം നയിക്കുന്നവൻ, വിശുദ്ധ ജീവിതം നയിക്കുന്നവൻ, ഓരോ ദിനങ്ങളും പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതെ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു ഭക്തന്, അല്ലേലിയ, അവന് നിശ്ചയമായിട്ടും ദൈവശബ്ദം കേൾക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിരന്തരം ഈ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിപ്പാൻ നിൽക്കുമ്പോഴേ അല്ലേലിയ, എനിക്ക് നല്ല ഉറപ്പാണ് എനിക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിയുന്നു എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ചില സമയങ്ങളിൽ ഞാൻ എഴുന്നേൽക്കാൻ താമസിച്ചെങ്കിൽ പോലും, ഇതൊക്കെ താമസിക്കാറില്ല, അഥവാ താമസിച്ചാൽ പോലും ദൈവവചനം എന്നെ ചിലപ്പം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിനെ എഴുന്നേൽപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എങ്ങനെയാന്ന്. എനിക്കത് പല പ്രാവശ്യം ഒരുപാട്. ഞാൻ ഏകദേശം ഒരു 3 മണിക്ക് ഞാൻ പ്രാർത്ഥന ആരംഭിക്കും വെളുപ്പിനെ. ചില സമയങ്ങളിൽ അതിനു മുമ്പ് ഞാൻ ഉണരാറുണ്ട്.
അത് ദൈവവചനങ്ങൾ എന്നെ തട്ടി ഉണർത്തി ദൈവവചനത്തിന്റെ ചില ഭാഗങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് വരുന്നതായിട്ട് എനിക്ക് അത് മനസ്സിലായി കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് അയ്യോ ദൈവത്തിന്റെ ശബ്ദമായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടല്ലോ അല്ലേ? ഇല്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് ചേർന്നിരുന്ന് അങ്ങനെ തോന്നാൻ പറ്റും കേട്ടോ. അല്ലേരിയ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാകും. ഫ്രൈസ് അങ്ങനെ ഉണ്ടായിരിക്കുന്ന അനവധി ഭക്തന്മാരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ചില സഹോദരന്മാരുമായിട്ടും സംസാരിച്ചിട്ടുണ്ട്. ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിച്ച് ലോകത്തിന്റെ മാലിന്യങ്ങളിൽ വീണുപോകാതെ ലോകത്തിന്റെ ഇമ്പങ്ങൾക്കനുസരിച്ച് ജീവിക്കാതെ ക്രിസ്തുവിന് മാത്രം ഹൃദയം സമർപ്പിച്ചു കൊടുത്ത അവന്റെ വചന സകല ജ്ഞാനത്തോടും കൂടെ ഐശ്വര്യമായി ഹൃദയത്തിൽ വസിപ്പാൻ ഇടം കൊടുത്ത ചില ആളുകളോട് ഞാൻ സംസാരിക്കുകയും കേൾക്കുകയും അവരോടൊപ്പം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ദൈവശബ്ദത്തിന്റെ അനുഭവമൊക്കെ അനുഭവിച്ചവരും ഉണ്ട് കേട്ടോ, ഇന്നും അനുഭവിക്കുന്നവരുണ്ട്. രക്തം ചെയ്യും, നിങ്ങൾ അതിലൊരാളായി മാറണം. പ്രൈസ് ലോകത്തിന്റെ അനുഭവത്തെ ഈ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയും. പ്രൈസലോ നിങ്ങൾ നല്ലൊരു പുഴയോരത്ത് പോയി നിന്നാൽ നിങ്ങൾക്കൊരു കാര്യമാണ്, പുഴ നല്ല ശാന്തമാണെങ്കിലും അല്ലേറിയ ആ പുഴയുടെ ശാന്തതയിൽ പ്രകൃതി വളരെ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. പ്രൈസലോ അപ്പൊ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? അല്ലേറിയ ഈ പ്രകൃതി വളരെ ശബ്ദങ്ങൾ പൊട്ടി ഘോഷിക്കുമ്പോഴും പുഴയുടെ ശാന്തത പോലെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നല്ലൊരു ശാന്തതയുണ്ടെങ്കിൽ അല്ലേറിയ എന്തെല്ലാം കോലാഹലം നമുക്ക് ചുറ്റും നടന്നാലും നമുക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിയും. അല്ലേറിയ അപ്പൊ യേശുവിന് പ്രാർത്ഥിക്കുവാൻ അല്ലേറിയ സ്തോത്രം ഒരിടം തെരഞ്ഞെടുത്തിരുന്നു, ഒടിയുമല. അല്ലേറിയ അതുപോലെ തന്നെ അവൻ വളർന്ന നസ്രയത്തിൽ വന്ന് ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. അപ്പം പ്രാർത്ഥിക്കുവാൻ ഒരുവരെ തെരഞ്ഞെടുത്തു. പതിവ് പോലെ അവൻ പള്ളിയിൽ ചെന്ന് വിശുദ്ധ തിരുവെഴുത്ത് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. അപ്പം പതിവ് പോലെ എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും അത് ചെയ്തിരുന്നല്ലേ. അപ്പം നമ്മുടെ കുട്ടികളോടും നമ്മുടെ പിതാക്കന്മാരോടൊക്കെ എല്ലാവരും ഒരു ആരാധനയ്ക്ക് വരാൻ പറഞ്ഞാൽ മടിയാ, സാക്ഷ്യം പറയാൻ തന്നെ പലർക്കും മടിയാ, പല കുഞ്ഞുങ്ങൾക്ക് സൺഡേ സ്കൂളിൽ പോകാൻ തന്നെ മടിയാ. അല്ലേരിയ അപ്പൊ ഇവിടെ യേശുവിന്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരുപക്ഷെ യോസേഫും മറിയും തന്റെ അലുയ വളർത്തപ്പന്റെ അമ്മയായിരിക്കുന്ന മറിയും യേശുവിന്റെ ചെറുപ്രായത്തിൽ തൊട്ടേ അന്നത്തെ സിനഗോഗിൽ അല്ലെങ്കിൽ ആ ഗർഭിമാരിരിക്കൽ അമ്മ പറഞ്ഞു വിട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അല്ലെങ്കിൽ തന്നെ യേശു ദൈവമായിരിക്കെ യേശു അതെല്ലാം ചെയ്തിരുന്നു നമ്മൾ തിരിച്ചറിയണം. പ്രൈസലോ അല്ലേരിയ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, യേശുവിനെ പോലെ നമ്മുടെ കുഞ്ഞു കുട്ടികളെ അവരുടെ ചെറുപ്രായത്തിൽ തന്നെ ആലയത്തിൽ വിട്ട് സൺഡേ സ്കൂള് പഠിപ്പിക്കണം. പ്രൈസലോ ഈ സൺഡേ സ്കൂള് പഠിക്കുക എന്ന് പറയുന്ന ക്രൈസ്തവ മതത്തിന് എല്ലാവർക്കും ഉണ്ട്. ക്രൈസ്തവ മതത്തിൽ സൺഡേ സ്കൂൾ എന്ന് പറയുന്ന ഒരു വിഷയം തന്നെയാണല്ലോ, എല്ലാ മതങ്ങൾക്കും ഉണ്ട്. പക്ഷെ ക്രൈസ്തവ സമൂഹത്തിൽ ഞാൻ കത്തോലിക്ക പള്ളിയിൽ നിൽക്കുന്ന സമയത്ത് അന്ന് ഞാൻ ചില സമയങ്ങളിലൊക്കെ ഈ സൺഡേ സ്കൂളിൽ പോയിട്ടുണ്ട്, കേറ്റിസം എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ചെന്നാൽ നമുക്ക് പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഒരു കാര്യങ്ങളൊന്നും പഠിക്കാൻ കഴിയത്തില്ല. സ്തോത്രം അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ. ഞാനിവിടെ ഒരുപാട് കുട്ടികളോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ കേറ്റിസം പഠിച്ചിട്ട് വിശുദ്ധ തിരുവെഴുത്തിൽ ബൈബിളിലെ ആദ്യത്തെ പുസ്തകം ഏതാ അവർക്കറിയില്ല. ആദ്യത്തെ പുസ്തകത്തിൽ ആദ്യത്തെ അധ്യായം അവർക്കറിയില്ല. ആദ്യത്തെ അധ്യായം 1-ാം വാക്യം പറഞ്ഞാൽ പഠിപ്പിക്കുന്ന അധ്യാപകന് വരെ അറിയത്തില്ലെന്ന്. സൺഡേ സ്കൂൾ ടീച്ചറോട് ചോദിച്ചു, നിങ്ങളുടെ ബൈബിളിൽ എത്ര പുസ്തകമുണ്ട്? അത് എണ്ണി നോക്കിയിട്ട് പറയാവുന്നത്. സ്തോത്രം അങ്ങനെയൊക്കെ ഇന്നത്തെ കാലഘട്ടം. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടികളോട് ചോദിക്കുക വേദപുസ്തകത്തിൽ എത്ര പുസ്തകമുണ്ടെന്ന് ചോദിച്ചാൽ അവർ ചാടി പറയും 66 പുസ്തകം പറയും. അല്ലേലിയ അത് പഴയ നിയമത്തിൽ എത്ര പുസ്തകം ഉണ്ടെന്ന് ചോദിച്ചാൽ അവർ പറയും 39 എന്ന് പറയും. പുതിയ നിയമത്തിൽ 27, അങ്ങനെ 66 ഉണ്ട് ഭാഷ എന്ന് പറയും. അല്ലേലിയ അപ്പം വേദപുസ്തകത്തിലെ ആദ്യത്തെ പുസ്തകം ഒരു ഉൽപ്പത്തി, ആ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ആദ്യം പറഞ്ഞു 1-ാം വാക്യം ദൈവം ആദിയിൽ ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ഇങ്ങനെ പറയുന്നതാണ് ഞങ്ങളുടെ കുട്ടികൾ. ഞങ്ങളുടെ സൺഡേ സ്കൂളിന്റെ പഠനം അവർക്ക് ഞങ്ങൾ വചനം പറഞ്ഞു പഠിപ്പിക്കും. അല്ലേലിയ ബൈബിളിന്റെ അടിസ്ഥാനം എന്തുകൊണ്ട് യേശു ക്രിസ്തു തന്റെ ചെറുപ്രായത്തിൽ തന്നെയാണ് അവൻ പതിവ് പോലെ ഒരുവരയ്ക്ക് പുറപ്പെട്ടു പോയി പ്രാർത്ഥിച്ചു. അവൻ വളർന്ന നസ്രയത്തിൽ വന്ന് തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. പതിവ് പോലെ അവൻ അവരെ പിന്നെയും ഉപദേശിച്ചു എന്ന് മർക്കോസിന്റെ സുവിശേഷം 10:1 കാണുന്നുണ്ട്. പതിവ് പോലെ തന്റെ മുമ്പിലിരിക്കുന്ന ജനത്തെയെല്ലാം വിശുദ്ധ തിരുവെഴുത്ത് ആധാരമാക്കി ദൈവ രാജ്യത്തെക്കുറിച്ച് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. രക്തം ജയം. പ്രേക്ഷകരോ എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ ഞാൻ പറയട്ടെ, ആമേൻ സ്തോത്രം. നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുന്നത് പോലെ
ആമീൻ വിശുദ്ധ തിരുവെഴുത്തിനെ ആധാരമാക്കി ദൈവ വചനത്തെക്കുറിച്ച് നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. മാർക്കോസ് സുവിശേഷം അല്ലെങ്കിൽ 10-1 വാക്യം കൂടെ വായിക്കാം. അല്ലെങ്കിൽ അവിടെ നിന്ന് അവൻ പുറപ്പെട്ട് യോർദാൻ അക്കരെ അല്ലെങ്കിൽ യഹൂദ്യ ദേശത്തിന്റെ അതിരോളം ചെന്നു. പുരുഷാരം പിന്നെയും അവന്റെ അടുക്കൽ വന്നുകൂടി. പതിപോലെ അവൻ അവരെ ഉപദേശിച്ചു. അല്ലേരിയ. അപ്പൊ യേശു പോകുന്ന വഴിയിലെല്ലാം വലിയ പുരുഷാരമാണ്. അല്ലേരിയ. ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ പോകുന്ന പോലല്ല, യേശു പോകുന്ന വഴിയിൽ അല്ലേരിയ വലിയ പുരുഷാരം അവനെ അനുഗമിക്കുക. എന്തിനാണ് ഈ വലിയ പുരുഷാരം യേശുവിനെ അനുഗമിക്കുന്നത്? അവന്റെ വായിൽ നിന്ന് വരുന്ന ലാവണ്യ വാക്കുകൾ, ജീവന്റെ വാക്കുകൾ, നിത്യജീവന്റെ മൊഴികൾ, നിത്യജീവന്റെ സന്ദേശങ്ങൾ, സമാധാനത്തിന്റെ സന്ദേശങ്ങൾ, സ്നേഹത്തിന്റെ സന്ദേശങ്ങൾ, കരുതലിന്റെ സന്ദേശങ്ങൾ, കരുണയുടെ സന്ദേശങ്ങൾ, മനസ്സലിവിന്റെ സന്ദേശങ്ങൾ, ചേർത്ത് പിടിക്കുന്ന സന്ദേശങ്ങളൊക്കെ യേശുവിന്റെ നാവിൽ നിന്ന് കേൾക്കുവാൻ വലിയ പുരുഷാരം യേശുവിനോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ അവരെല്ലാം കാണുമ്പോൾ യേശു എന്താ ചെയ്യുന്നറിയോ? അവരെ തിരുവചനത്തിൽ നിന്ന് ഉപദേശിക്കാൻ തുടങ്ങും, വചനം പറഞ്ഞവരെ പഠിപ്പിക്കാൻ തുടങ്ങും. പ്രൈസലോ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ ഒരുപാട് ആളുകളുടെ അരികിൽ സുവിശേഷം പറയാനൊക്കെ പോകാറുണ്ട്. ഒരുപാട് വീടുകളിലെ സുവിശേഷം പറയാൻ പോകാറൊപ്പം പല വീടുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ സുവിശേഷം പറയാൻ സമയമില്ല. വിശ്വാസികളുടെ വീട്ടിൽ പോലും ചെന്നാൽ ഇന്ന് സുവിശേഷം പറയാൻ സമയമില്ല. കാരണം എന്താ പറയുക, നമ്മൾ ഭവനത്തിലേക്ക് ചെല്ലുന്ന ഉടനെ അപ്പൻ കയ്യിലിരിക്കുന്ന മൊബൈല് അമ്മ എടുത്തു പിടിക്കും, അമ്മ മൊബൈൽ എടുത്തു പിടിക്കും, മക്കൾ മൊബൈൽ എടുത്തു പിടിക്കും. ഇനി മൊബൈലും എടുത്തു പിടിച്ചിട്ടാണ് പാസ്റ്ററിലേക്ക് വിശ്വാസികൾ ഇരിക്കുന്നത്. അപ്പൊ പാസ്റ്റർക്ക് സുവിശേഷം പറയാനുണ്ടെങ്കിലും അവരെല്ലാം ഈ മൊബൈലിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, പാസ്റ്റർ പറയാൻ ശ്രദ്ധിക്കാറില്ല. ഇനി അഥവാ ശ്രദ്ധിച്ചാൽ പോലും അവർ ലോകകാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന യേശു ക്രിസ്തു പതിവ് പോലെ അല്ലേലൂയ അവൻ അല്ലെ യഹൂദ്യ ദേശത്ത് അതിരോളം ചെന്ന് പുരുഷാരമൊക്കെ അവന്റെ അരികിൽ വന്നുകൂടി കഴിഞ്ഞപ്പോ യേശു പതിവ് പോലെ മൊബൈൽ എടുത്തിട്ട് അതിനകത്തെ ഒന്നും കണ്ടുകൊണ്ടല്ല ഇരുന്നത്. യേശു പതിവ് പോലെ അവരോട് ഉപദേശിച്ചു, ദൈവത്തിന് ഉപദേശിച്ചു. നിങ്ങളെ ആരെയും കാണുമ്പോൾ നിങ്ങൾ പതിവ് പോലെ ചെയ്യുന്ന രീതിക്ക് ദൈവവചനത്തിന്റെ അടിസ്ഥാനമാണെങ്കിൽ നിങ്ങൾ ചെല്ലുന്നിടത്ത് ദൈവവചനം ഉപദേശിക്കണം. മാത്രമല്ല, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ വീട്ടിലേക്ക് ദൈവത്തിന്റെ ദാസന്മാർ കടന്നു വരുമ്പോൾ നിങ്ങളുടെ പൊട്ട സ്വഭാവമൊക്കെ മാറ്റിയിട്ടേ നിങ്ങൾ വചനം കേൾക്കണം. ഹല്ലേലൂയ. വചനം കേൾക്കുന്നിടത്തോളം സന്തോഷം ഈ ലോകത്തിൽ വേറെ ഒന്നുമില്ല കേട്ടോ. ഹല്ലേലൂയ. വചനം എത്രമാത്രം കേൾക്കുന്നു അത്രമാത്രം നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കും. വചനം വായിക്കും തോറും, വചനം പഠിക്കും തോറും, ഉപദേശം കേൾക്കും തോറും നാം പച്ച വെച്ചും പുഷ്ടി പിടിച്ചിരിക്കുന്ന പറഞ്ഞ പോലെ വാർദ്ധക്യത്തിലും ഫലം കായ്ക്കും. 92-ാം സംഗീതം 10 വായിക്കുന്ന പോലെ നമുക്ക് അങ്ങനെ പ്രാപിക്കാൻ കഴിയും. പ്രൈസലോ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ആമീൻ. യേശു അല്ലെ ദൈവാലയത്തിൽ ചെന്ന് പുസ്തകം വായിപ്പാൻ എഴുന്നേറ്റ് നിന്ന് അവന്റെ വായിലെ വാക്കുകൾ, ലാവണ്യ വാക്കുകൾ കേട്ടവർ ആശ്ചര്യപ്പെട്ടതുപോലെ നിന്റെ മക്കളെ നീ വളർത്തിയെടുക്കുന്ന ദൈവവചനം പറഞ്ഞ് പഠിപ്പിച്ചെടുക്കണം. അവൻ ചെറുപ്രായത്തൊട്ട് തന്നെ അവന്റെ അരികിൽ കൂടുന്നവരോട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായിരുന്നാലും, ഇനി സഹോദരി സഹോദരന്മാരായിരുന്നാലും, നിങ്ങളുടെ അരികിൽ കൂടുന്നവരോട് നിങ്ങൾ തിരുവെഴുത്തിൽ നിന്ന് പറയുവാൻ തുടങ്ങണം. തിരുവെഴുത്തിൽ നിന്ന്, വിശുദ്ധ ബൈബിളിൽ നിന്ന് പറയുവാൻ തുടങ്ങണം. സത്യവേദ പുസ്തകത്തിനകത്ത് നിങ്ങൾക്ക് വായിക്കുവാൻ കഴിയുന്ന ഭാഷയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വചനം എഴുതി തന്നിട്ടുണ്ട് പരിശുദ്ധാത്മാവ്. ആ വചനം നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരോട് പറയണം. പ്രൈസലോ. ശാപത്തിന്റെ, പാപത്തിന്റെ, ബന്ധനത്തിന്റെ, വിവിധ കെട്ടുകൾ, ഇരുളിന്റെ, അന്ധകാരത്തിന്റെ, അനാചാരത്തിന്റെ, അധാർമികതയുടെ, സ്തോത്രം, പൈശാചിക ബന്ധനങ്ങളിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന, കുടുങ്ങിക്കിടക്കുന്ന ഹല്ലേലൂയ ഒരു വലിയ കൂട്ടം സമൂഹമുണ്ട്. അവരുടെ നടുവിൽ ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുമ്പോൾ നീ യേശു ദൈവവചനത്തെ ഉപദേശിച്ചു കൊടുത്തതുപോലെ നീ വചനം ഉപദേശിച്ചു കൊടുക്കുന്നവനായിരിക്കണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതമൊക്കെ ഒന്ന് ക്രമീകരിക്കുന്നത് നല്ലതാണ്. അപ്പൊ കർത്താവിന്റെ മുൻ മാതൃകയെ നമ്മൾ നോക്കുവാൻ കഴിയണം. പതിപോലെ പ്രാർത്ഥിച്ചു, പതിപോലെ വേദപുസ്തകം വായിച്ചു, പതിപോലെ ഉപദേശിച്ചു. അപ്പം പള്ളിയിലെ പതിപോലെ അല്ലെ ഉപദേശിച്ചു, പതിപോലെ പ്രാർത്ഥിച്ചു, അവനല്ലേ പതിപോലെ അല്ലെ. അപ്പൊ ഈ ഭാഗത്തെല്ലാം യേശു ഒരു അല്ലെ ഒന്നിനും ഒരു തടസ്സമില്ല.
എല്ലാം കൃത്യസമയത്താണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു ക്രമീകൃതമായ ജീവിതം, അല്ലെങ്കിൽ കൃത്യനിഷ്ഠയുള്ള ജീവിതമായിരുന്നു. തന്നെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോടെ പിതാവിന്റെ സന്നിധി നിൽക്കുക മാത്രമല്ല, തന്റെ പരസ്യ ശുശ്രൂഷയുടെ 3.5 വർഷം എന്ന് പറയുന്നത് അല്പം പോലും സമയം നഷ്ടപ്പെടുത്തി കളയാനില്ലായിരുന്നു എന്നും കൂടെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ, അല്ലേലിയ, നമുക്കാണെങ്കിൽ തന്നിരിക്കുന്ന സമയം നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് അറിയാതെ നമ്മൾ കിടന്ന് പെടാപ്പാട് വിടുകയാണ്. പക്ഷെ യേശുക്രിസ്തു കൊടുത്തൊന്നു ആ 3.5 വർഷത്തെ പരിശുദ്ധയുടെ സമയമുണ്ടല്ലോ, യേശു നന്നായിട്ട് പ്രയോജനപ്പെടുത്തി. പിതാവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിവർത്തിച്ചു. ഹല്ലേലൂയ. പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യത്തെ കൃത്യമായിട്ട് ചെയ്തു. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്നെ ഏൽപ്പിച്ച ദൗത്യം നിനക്ക് കൃത്യമായിട്ട് ചെയ്യുവാൻ കഴിയുന്നുണ്ടോ? ഇന്ന് വരെ നിന്നെ ഏൽപ്പിച്ച ആ വചനം, നിന്നെ ഏൽപ്പിച്ച തിരുവെഴുത്ത്, നിന്റെ കരങ്ങളിൽ ദൈവം തന്ന സത്യവേദ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന തിരുവചനത്തെ, ആ വചനത്തെ നിന്റെ ഉള്ളിലാക്കി ദൈവം തന്നില്ലേ? നിന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന, നിന്റെ ഹൃദയത്തിനകത്ത് എഴുതപ്പെട്ട ആ വചനം നീ എത്ര പേരോട് യേശു പതിവ് പോലെ ഉപദേശിക്കുന്നുണ്ട്. ഈശ്വരോട് ഹല്ലേലൂയ. പലരുടെയും ജീവിതം അധോഗതി തന്നെയാണ്. ഹല്ലേലൂയ. ഞായറാഴ്ച രാവിലെ ബൈബിൾ എടുത്ത് പള്ളിയിൽ വന്നിട്ട് പിന്നെ ആ ബൈബിൾ പിന്നെ അടുത്ത ഞായറാഴ്ച എടുക്കുന്നവരാ പലരും. ഹല്ലേലൂയ. ഇവിടെ ചില കുടുംബങ്ങളൊക്കെ കടന്നു ഒരു എഴുത്ത് കേട്ടോ, അല്ലെങ്കിൽ അവർ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പല കുട്ടികളും ഇത് ബൈബിൾ എടുക്കാതെ പോകുന്നത്, കുടുംബമായിട്ട് ബൈബിൾ എടുക്കാതെ പോയവരുണ്ട്. വീട്ടിൽ ചെന്നിട്ടാ ചോദിക്കുക, പാസ്റ്റർ ഞങ്ങളുടെ ബൈബിൾ അവിടെ ഇരിപ്പുണ്ടല്ലോ അല്ലേ? ഉണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്, വിശ്വവിഷ്ടമായിട്ട് ഇവിടെ ഇരുന്നോളൂ. പിന്നെ ഒരാഴ്ച ബൈബിൾ വായനയില്ല, കാരണം ബൈബിള് പള്ളിയിലായി പോയില്ലേ. പിന്നെ ഇനി രണ്ടാമതൊന്നും എടുക്കണ്ടേ, അത് അവിടെ ഇരിക്കട്ടെ പാസ്റ്റർ, ഞങ്ങൾ ഞായറാഴ്ച വരുമ്പോഴത്തോളാം. അപ്പോൾ ഒരാഴ്ച പ്രാർത്ഥനയില്ല, ആരാധനയില്ല, ബൈബിൾ വായനയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ പള്ളിയിലേക്ക് കൊണ്ടുവരുന്ന തിരുവെഴുത്ത് തിരിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നില്ല, അത് മറന്നു പോകുന്നെങ്കിൽ ആ മനുഷ്യൻ എത്ര അരിഷ്ട മനുഷ്യനാണ്. പ്രൈസറോ. രാവിലെ നീ ദൈവത്തിന്റെ ആലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നീ ബൈബിൾ എടുക്കാതെ വരുന്നവരാണെങ്കിൽ അതിനൊരു സ്തോത്രം, അല്ലടിയ, നീ എത്ര ജഡികനാണ്. ചില ആളുകളൊക്കെ പള്ളിയിലേക്ക് വരുമ്പോൾ ബൈബിൾ ഇല്ലാതാ വരുന്നേ. സ്തോത്രം. നായ ചന്തയ്ക്ക് പോകുന്ന പോലെ പള്ളിയിലേക്ക് വരുന്ന ആൾക്കാരുണ്ട് ഇന്ന്. നായ ചന്തയ്ക്ക് പോകുമ്പോൾ സഞ്ചി ബാഗും പേഴ്സും മൊബൈലും പണമൊന്നും എടുത്തോണ്ടല്ല നായ ചന്തയ്ക്ക് പോകുന്നത്. അതങ്ങ് പോവുകയാണ്, കാരണം അതിനെന്തെങ്കിലുമൊക്കെ കിട്ടും, എന്തെങ്കിലുമൊക്കെ വഴിയോരത്ത് കിടക്കുക എന്ന് കടിച്ചു പറിച്ചു എന്ന് പറഞ്ഞ പോലെ പലരുവേ ഈ പള്ളിയിലേക്ക് വരുന്നത് ബൈബിൾ ഇല്ലാതാ വരുന്നത്. പ്രൈസലോ. എത്ര പരാജയം അതിൻ്റെ ജീവിതം. നീ ആലയത്തിലേക്ക് വരുമ്പോൾ ദൈവവചനം കൊണ്ടുവരണം. അത് കൊണ്ടുവന്ന പോരാ, അത് ആലയത്തിൽ പറയുന്ന കാര്യങ്ങൾ അതിനകത്തുണ്ടോ ഒന്ന് ശ്രദ്ധിക്കണം. മാത്രമല്ല, മടങ്ങിപ്പോകുമ്പോൾ തിരിച്ചു കൊണ്ടുപോകാൻ പഠിക്കണം. പ്രൈസലോ. ഹല്ലേലൂയ. നിന്റെ ബൈബിള് സൂക്ഷിക്കുക എന്നുള്ളത് പാസ്റ്റർ ഉത്തരവാദിത്വമൊന്നുമല്ല. പിന്നെ പാസ്റ്റർ സഭയെ വെച്ചിട്ട് പോയി പാസ്റ്റർ സൂക്ഷിക്കുകയൊക്കെ ചെയ്യും, ഇല്ലെന്നും പറയുന്നില്ല. പക്ഷേ നീ ഇത് കൊണ്ടുപോയില്ലെങ്കിൽ നീ പിന്നെ വീട്ടിലെന്ത് വായിക്കും? ഹല്ലേലൂയ. അപ്പൊ നീ പറയും ഞങ്ങളുടെ വീട്ടിൽ വേറെയുണ്ട്. അതിനൊരു മറുപടിയല്ല കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ വേറെ ഉണ്ടെന്ന് പറഞ്ഞൊരു മറുപടിയല്ല. നിന്റെ ആയുധം നിന്റെ കയ്യിലിരിക്കണം. പ്രൈസലോ. അപ്പൊ ഇവിടെ നിങ്ങൾ എത്രയോ കാര്യങ്ങളെ ശീലമാക്കിയിരിക്കാം. നിങ്ങൾ എത്രയോ കാര്യങ്ങളെ ശീലമാക്കുന്നുണ്ട്. അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റുകൊണ്ട് പല്ല് തേച്ച് കുളിക്കുന്നത് നിങ്ങൾ ശീലമാക്കിയില്ലേ? രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് കുളിച്ച് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ശീലമാക്കിയില്ലേ? അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റുകൊണ്ട് നിങ്ങൾ മൊബൈൽ നോക്കുന്നത് ശീലമാക്കിയില്ലേ? രാവിലെ എഴുന്നേറ്റുകൊണ്ട് നിങ്ങൾ ടിവിയുടെ മുമ്പിൽ പോയി ശീലമാക്കിയില്ലേ? നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന റിയാലിറ്റി ഷോ നിങ്ങൾ കാണാൻ ശീലമാക്കിയില്ലേ? നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന സിനിമയും അലവരികയോ അതുപോലെ സീരിയലുകളും ഒക്കെ നിങ്ങൾ കോമഡിയൊക്കെ സ്ഥിരമായിട്ട് കാണുന്നില്ലേ? അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിന്റെ സ്ഥിരം ശീലമല്ലേ? ബൈബിൾ വായിക്കാൻ നിങ്ങൾ സ്ഥിരമായിട്ട് ശീലമാക്കിയിട്ടുണ്ടോ? ബൈബിൾ വായിക്കുവാൻ താങ്കൾ ശീലമാക്കി താങ്കളെ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ടോ? അല്ലേ? പലർക്കും കറണ്ട് പോകുന്ന സമയത്താണ് ബൈബിൾ വായന. 15 മിനിറ്റ് കറണ്ട് പോയാൽ കൂടി വന്ന് ഈ 2 രൂപയുടെ വില, 2 രൂപ വിലയുള്ള മുട്ടയിട്ടൊരു കോഴി ചിറകടിച്ച് പിടക്കോഴി ഒച്ചയുണ്ടാക്കുന്നത് പോലെ കറണ്ട് പോകുന്ന സമയത്ത് ഓടി ഇങ്ങോട്ട് വന്ന് വായിട്ടിരുന്നിട്ട് 2 കയ്യടിയും 2 പാട്ടും 2 പദവും വായിച്ച് അടുത്ത ഉടനെ കറണ്ട് വരും, സീരിയലിൽ പോയി പോകും. നീ ഒരു ക്രൈസ്തവൻ, നീ ഒരു വിശ്വാസിയൊന്നും അല്ല. അല്ലേ? പ്രാർത്ഥനയ്ക്ക് ഒരു സമയം അല്ലേ ഉണ്ടായിരിക്കണം. വചനം വായിക്കാൻ സമയം ഉണ്ടായിരിക്കണം. നിങ്ങൾ പലതിനെയും ശീലമാക്കുമ്പോൾ പ്രഭാതത്തിലും വലിയ സമയത്തും വചനം പാട്ടുപാടി ദൈവവചനം വായിച്ചും നിന്റെ കുടുംബത്തിലുള്ള മക്കളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം.
ചെറിയ കുട്ടികളെ തൊട്ട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. അല്ലെങ്കിൽ അങ്ങനെ ചെറിയ കുട്ടികൾ തൊട്ട് പ്രാർത്ഥിച്ച് മുതിർന്നവർ വന്ന് പ്രാർത്ഥിച്ച് അവസാന ആശീർവാദം നിർത്തി എഴുന്നേൽക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അല്ലേരിയ ഇന്ന് പലരും പ്രാർത്ഥനയ്ക്ക് ഇടയ്ക്ക് തന്നെ എഴുന്നേറ്റ് അല്ലേരിയ സ്തോത്രം അല്ലെങ്കിൽ സിരിയൻ്റെ ടി വിയുടെ മുമ്പിൽ പോകും. ഞാനൊരു വീട്ടിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയി. അവിടെ ഞാൻ ചെന്നപ്പം എന്ത് ചെയ്തു, ടി വിയുടെ വോളിയം കുറച്ചു. ടി വിയിലെ പടം ഇങ്ങനെ നടക്കുക. ടി വിയിലെന്താ ഒരു സിനിമയാണ്. ഞാൻ വളരെ സ്ഥലത്ത് ഞാനവിടെ ഇരിപ്പുണ്ട്. അല്ലേരിയ ഞാനോട് ഓഫ് ചെയ്യാനൊന്നും പറഞ്ഞില്ല. അവർക്ക് ഓഫ് ചെയ്യുവാനുള്ള ആ ഒരു വിവേകം ഉണ്ടോ, ആ ഒരു പരിജ്ഞാനം ഉണ്ടോ എന്ന് ഞാൻ വളരെ ശ്രദ്ധിച്ചു. അപ്പൊ ഞാൻ ചെന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ടി വി എടുത്ത് മൊബൈലിന്റെ സൗണ്ട് അങ്ങ് കുറച്ചു. സൗണ്ട് ഇല്ല. അവിടെ ഇന്ന് പടം ഓടുക. ഞാൻ ഏകദേശം ഒരു 30 മിനിറ്റോളം അവിടെ ഇരുന്ന് പിന്നെ എനിക്കൊരു അരാജകം അല്ലെങ്കിൽ ഒക്കെ തോന്നിയ കുടുംബത്തെക്കുറിച്ച്. കാരണം നമ്മൾ പ്രാർത്ഥിക്കാൻ ചെന്നതാ, തിരുവചനം ഉപദേശിക്കാൻ ചെന്നതാ, ആ വീടിന്റെ രക്ഷയെക്കുറിച്ച് പറയാൻ ചെന്നതാ, നിത്യജീവനെക്കുറിച്ച് പറയാൻ ചെന്നതാ, ആ വീടിന്റെ ഐശ്വര്യത്തെക്കുറിച്ച് പറയാൻ ചെന്ന, ആ വീടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെന്നതാ. അങ്ങനെ ചെന്ന നമ്മളെ ഒന്ന് ഗമനിക്കാതെ അവർ ആ ടി വി ഓഫ് ചെയ്യാതെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിനകത്ത് പിന്നെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള കുടുംബത്തിൽ എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, നിങ്ങൾ ചെന്നാൽ അവിടെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. കാരണം അവർ ശീലമാക്കിയത്, അവർ അത് വിട്ടിട്ട് ദൈവവചനം ശീലമാക്കട്ടെ. പ്രവേശനം. അപ്പൊ ഇവിടെ എന്താണ്, നിങ്ങൾ പല കാര്യങ്ങളും ശീലമാക്കി. നിങ്ങൾ എഴുന്നേറ്റവിടെ പല്ല് തേക്കുന്നു, കുളിക്കുന്നു, ശീലമാക്കി കൃത്യസമയത്ത് ഓഫീസിൽ ചെല്ലുന്നു. അല്ലെങ്കിൽ ആദ്യം സഹോദരിമാർ പതിവ് പോലെ ആഹാരം പാകം ചെയ്യുന്നു. അതുപോലെ കർത്താവിന്റെ പാദപീഠത്തിൽ ചെല്ലുന്നതിനും ഒരു നിശ്ചിത സമയം നമ്മൾ പതിവാക്കണം. ലേലിയ സ്തോത്രം. യേശു ലാസറിന്റെ വീട്ടിൽ ചെന്ന മാർത്തയും മറിയ എന്താണ്, മാർത്ത വളരെ കുഴയ. മറിയ എന്താണ്, അവന്റെ പാദപീഠത്തിൽ നല്ല അംശം തെരഞ്ഞെടുത്തിരിക്കുക. എന്നെ കേൾക്കുന്നപ്പോൾ നിങ്ങൾ എന്തെല്ലാം ജോലികൾ നിങ്ങൾക്കുണ്ടായിരുന്നാലും ഒരു നല്ല ശീലം ഉണ്ടായിരിക്കണം. ബൈബിൾ വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും നമ്മുടെ കർത്താവിന്റെ പാദപീഠത്തിൽ നിന്നിരിക്കുവാനുള്ള ശീലം ഉണ്ടാകണം. പ്രേക്ഷണം. ഈ ലോകത്തിന്റെ സുഖങ്ങളിലേക്കല്ല പോകാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ദൈവരാജ്യത്തിന്റെ മഹത്വത്തെ നിന്നിൽ വെളിപ്പെടുത്താനാണ് ദൈവം വിളിച്ചത്. അല്ലേലിയ. ദൈവം നിങ്ങളെ വിളിച്ചു എന്ന് പറയുന്നത് ലോകത്തിന്റെ കാര്യങ്ങളിൽ പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ചീത്തത്തരം പറഞ്ഞ് നിങ്ങൾ അതിൽ സന്തോഷിക്കുവാനല്ല ദൈവം നിങ്ങളെ വിളിച്ചത്. ദൈവം നിങ്ങളെ വിളിച്ചതിന്റെ ഉദ്ദേശം നിങ്ങൾ പോയി ഫലം കായ്ക്കണം, ആ ഫലം നിലനിൽക്കണം. നിങ്ങൾ പോകണം, സുവിശേഷം പറയണം, നിങ്ങൾ ഉപദേശിക്കണം, അത് മറ്റുള്ളവരെ അറിയിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നിന്നെ വിളിച്ചത്. ഈശ്വരോ. അല്ലെങ്കിൽ ലോകത്തിൽ അനേക മാന്യന്മാര്, ഉന്നതന്മാര്, ശ്രേഷ്ഠന്മാര്, സ്തോത്രം, പണ്ഡിതന്മാര്, വാഗ്മികള്, ഉന്നതാധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന പേരും പെരുമയും പ്രശസ്തിയും പാരമ്പര്യം ഒക്കെയുള്ള കോടാനുകോടി രൂപയുടെ ആസ്തിയുള്ള കോടീശ്വരന്മാര് ഒക്കെ ഉണ്ടായിരുന്നില്ലേ ലോകത്തിൽ? ഉണ്ടായിരുന്നു. അവരെയൊക്കെ തഴഞ്ഞിട്ട് നിന്നെ ദൈവം, ബലഹീനനായ നിന്നെ ദൈവം തെരഞ്ഞെടുത്ത്, ബലഹീനയായ നിന്നെ തെരഞ്ഞെടുത്ത് ദൈവസഭയെ നിർത്തിയിട്ടുണ്ടെങ്കിൽ സഹോദര സഹോദരി, ദൈവത്തിന് നിന്നിലൂടെ ചിലത് ചെയ്യുവാനുണ്ട്. കോടീശ്വരന്മാരിൽ കൂടെ ചെയ്യുവാൻ കഴിയാത്ത ചില കാര്യങ്ങളെ ബലഹീനനായ നിന്നിലൂടെയാണ് ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതെന്താണ്? തിരുവചനത്തെ ഉപദേശിക്കുവാൻ നിന്നെ പ്രാപ്തനാക്കിയെടുക്കുക. പ്രൈസരോ. അപ്പൊ നമുക്ക് കർത്താവിനോട് വലിയ ബന്ധം ഉണ്ടാകണം. പ്രൈസരോ. ഈ പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെ ഞങ്ങളൊക്കെ പണ്ടത്തെ കാലം ഞങ്ങളൊക്കെ നാട്ടിൽ ഇന്നും കരിങ്ങുണ്ടല്ലോ. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ കരിങ്കമ്മേ പോയി ഇരുന്ന് കഴിഞ്ഞാൽ മണിക്കൂറുകൾ അച്ചരവ് കരിങ്കമ്മേ പോയിരിക്കും. അന്ന് ഈ ദിനേശ് വിടി എന്ന് പറയുന്ന വീഡിയോ ഉണ്ട്. ദിനേശ് വിടി, കുറെ ദിനേശ് വിടി മേടിച്ച് പോക്കറ്റിലിടും. അന്ന് ഈ ചാർമിനാർ എന്ന് പറയുന്ന സാധനയുടെ കട്ടനാണ്, അല്ലേ? അതും മേടിച്ച് പോക്കറ്റിട്ട് ഈ കരിങ്കയെ വന്നിരുന്നിട്ട് ഈ ചാർമിനാറും വലിച്ച് ദിനേശ് വിടിയും വലിച്ച് ചെറുപ്പം തെറുപ്പൂടിയാക്കി ആ കൂട്ടത്തിൽ കഞ്ചാവും ഒക്കെ അടിച്ച് സുബോധം നഷ്ടപ്പെട്ട് അവിടെ ഇരിക്കുന്ന ഒരു ശീലം എനിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പ്രേക്ഷകരോ. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ശീലം ഉണ്ടായിരുന്ന എന്നെയാണ് ദൈവം വിളിച്ച് വേദനിച്ച് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു. അല്ലെങ്കിൽ വചനം വായിക്കാൻ പഠിപ്പിച്ചു. അത് മറ്റുള്ളവർ ഉപദേശിക്കാൻ പഠിപ്പിച്ചു. ഞാൻ ഇന്ന് വലിയ സന്തോഷമായി. കാരണം ലോകപ്രകാരം എനിക്ക് ഉണ്ടായിരുന്ന സകല ജഡികത എൻ്റെ ഉള്ളിൽ നീക്കിക്കളഞ്ഞിട്ട് ആത്മീയമായ ജീവിതം നയിപ്പാൻ കർത്താവ് തന്ന സമയത്തെ ഓർക്കുമ്പോൾ ഹല്ലേലൂയ, ഞാൻ വലിയൊരു ഭാഗ്യവാനാണ് കേട്ടോ. ലോകപ്രകാരമല്ല, ആത്മീയമായിട്ട്.
സ്തോത്രം. അതാണ് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിച്ച് വായിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. 1 സംഗീതം 2 വാക്യം വായിച്ചെന്ന് കാണാൻ കഴിയും. ഹല്ലേലൂയ. അങ്ങനെ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവയെ രാപ്പകൽ ധ്യാനിക്കുന്ന ഭാഗ്യവാൻ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവന്റെ പിന്നത്തെ സ്ഥിതി ആ 3-ാമത്തെ വാക്യത്തിൽ അവൻ ആറ്റിരിക്കത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന ഇര വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുമെന്നാണ്. എന്താണ് മാതാവ്, നീ ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ട് ഇത്രയും കാലം ഉപവസിച്ചിട്ടും അല്ലെങ്കിൽ ഇത്രയും കാലം നീ ദൈവത്തിൽ നിനക്കൊരു മറുപടി ഇല്ലാത്തത്, നിനക്ക് ഉയർച്ചയില്ലാത്ത, നന്മയില്ലാത്തത്? ക്രൈസ്തവ അല്ലേടിയ, നിനക്ക് എന്നും പരാതികളും പരിഭവങ്ങളും മാത്രമല്ലേ ഉള്ളൂ നിന്റെ ജീവിതത്തിൽ? പരാതിയും പരിഭവമാണ് ഏതെങ്കിലും ദിവസം നിന്റെ ജീവിതത്തിലുണ്ട്. അവർക്കുണ്ട്, ഇവർക്കുണ്ട്, അങ്ങ് അപ്പുറത്തവർക്കുണ്ട്, ഇപ്പുറത്തവർക്കുണ്ട്, താഴെ താമസിക്കുന്നത്, മുകളിൽ താമസിക്കും, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെയൊക്കെ പറ്റിയെന്ന് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് പ്രൈസറോ ദൈവഹിതത്തിന് വേണ്ടി നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ സ്തോത്രം, ദൈവം നിന്നെ നിറയ്ക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. കർത്താവ് നിനക്ക് വേണ്ടി ചില പുതിയ വാതിലുകൾ തുറക്കും, പുതിയ വഴികളെ ദൈവം കാണിച്ചു തരും, പുതിയ നന്മയെ കാണിച്ചു തരും. അങ്ങനെ ദൈവസന്നിധിയിൽ നീ ദൈവത്തെ മാനിച്ചാൽ ഹല്ലേലൂയ, കർത്താവ് നിന്നെ മാനിക്കും. അതുകൊണ്ടാണ് വേദപുസ്തകം എന്നെ മാനിക്കുന്നവനെ മാനിക്കുമെന്ന് 1 ശമൂവേൽ 2:30 ലാസ്റ്റ് ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ദൈവം നിന്നെ മാനിച്ചു കഴിയുമ്പോൾ നിനക്ക് ധൈര്യത്തോടെ വിളിച്ചു പറയാൻ കഴിയും, ധൈര്യത്തോടെ വിളിച്ചു പറയാൻ കഴിയും, സന്തോഷത്തോടെ വിളിച്ചു പറയാൻ കഴിയും, സമാധാനത്തോടെ വിളിച്ചു പറയാൻ കഴിയും. പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രമെന്ന് അങ്ങനെ ഒരു വാക്യമുണ്ട് കേട്ടോ. നിങ്ങൾക്കൊക്കെ അറിയാം, 2:9-15 കിടപ്പുണ്ട്. പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രം. ഞാൻ എല്ലാ ദിവസവും കർത്താവിന് പറയും, കർത്താവ് പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രം എന്ന് പറയും. കാരണം ഞാൻ ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റത് സ്തോത്രം പറഞ്ഞു തീരാത്തൊരു ദാനമാണ്. ഹല്ലേലൂയ. എനിക്കൊരു പണം കിട്ടിയതുകൊണ്ടോ, എനിക്കൊരു സമ്പത്ത് കിട്ടിയതുകൊണ്ടോ, എനിക്കൊരു വണ്ടി കിട്ടിയതോ, വീട് കിട്ടിയതോ, ഭാര്യയെ കിട്ടിയതോ, മക്കളെ കിട്ടിയതോ, എനിക്ക് ജോലി കിട്ടിയതോ, ഞാൻ വിദേശത്തേക്ക് പോയതോ, ഫ്ലൈറ്റിൽ കയറിയതോ, ഒന്നുമല്ല എൻ്റെ ഭാഗ്യം. ഭാഗ്യം എന്ന് പറയുന്നത് അതൊക്കെ ദൈവം നമുക്ക് തരുന്നതാണ്. പക്ഷേ പറഞ്ഞു തീരാത്ത ദാനമെന്ന് പറഞ്ഞ എനിക്ക് ഈ പ്രഭാതത്തിൽ പറയാൻ കഴിയുന്നത്, കർത്താവ് അതിരാവിലെ എനിക്ക് എഴുന്നേൽപ്പാൻ കഴിഞ്ഞില്ല, അതിരാവിലെ കണ്ണു തുറന്ന് എഴുന്നേറ്റ് അങ്ങയുടെ സന്നിധി ഇരിപ്പാൻ കഴിഞ്ഞില്ല, അങ്ങനെ വചനം വായിക്കുവാനും പഠിക്കുവാനും ഇത് പ്രസംഗിപ്പാനും കഴിഞ്ഞില്ല. പറഞ്ഞു തീരാത്ത ദാനമാണല്ലോ അത്. എൻ്റെ ഭാഗ്യം അതാ കേട്ടോ. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം പറയുമ്പം ദൈവം എനിക്ക് തന്നിരിക്കുന്ന, എന്നിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെ, ശുശ്രൂഷ ഞാൻ കാണുമ്പോൾ അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദാനം. അപ്പൊ നിങ്ങൾക്കും അത് പറയാൻ കഴിയണം. പറഞ്ഞു തീരാ അപ്പൊ നിങ്ങൾ ദൈവത്തെ മാനിച്ചാൽ പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം എന്ന് പറയുവാൻ നിന്നെയും നിന്റെ കുടുംബത്തിൽ നിന്റെ തലമുറയും ലേലിയ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങും. ദൈവം അനുഗ്രഹിച്ചാൽ എങ്ങനെയാണെന്നറിയോ? ആകാശത്തിന്റെ കിളിവാതിൽ തുറക്കും. പ്രൈസലോ. ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളോ എന്നാണ് മാലാഖിയുടെ പുസ്തകം 3:10. ഹല്ലേലൂയ. ഇനി ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം എന്ന് പറയുമ്പോൾ അതെങ്ങനാ? സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ, എഫേസ്യ ലേഖനം 1:4, അല്ലെങ്കിൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാ കർത്താവ് തരുന്നത് കേട്ടോ. പ്രവേശനോ നമ്മൾക്ക് യേശുവിനെ പോലെ അല്ലെങ്കിൽ ശബത്ത് നാളിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നു. ഒന്നും പതിവ് തെറ്റിക്കത്തില്ലായിരുന്നു. യേശു ഒന്നും പതിവ് തെറ്റിക്കത്തില്ലായിരുന്നു. പകൽ മുഴുവൻ ശുശ്രൂഷ, പകൽ മുഴുവൻ തന്നെ വലിയ പുരുഷാരം അനുഗമിക്കുക. അതിനകത്ത് മുടന്തന്മാരുണ്ട്, ചികടന്മാരുണ്ട്, കുരുടന്മാരുണ്ട്, കുഷ്ഠരോഗികളുണ്ട്, സ്തോത്രം വലിയ വിവിധ ബന്ധനങ്ങൾ അകപ്പെട്ട് കിടക്കുന്നുണ്ട്, രക്ഷക്കാരുണ്ട്. അങ്ങനെ വിവിധ മാരകമായ രോഗത്താൽ പിടിക്കപ്പെട്ട അനേകർ യേശുവിനെ എല്ലാ ദിവസവും അനുഗമിക്കുക. തൻ്റെ അരികിൽ വരുന്നവരെ എല്ലാം സൗഖ്യമാക്കുകയും ചെയ്യും. പതിപോലെ അവർക്കെല്ലാം അവരെ സൗഖ്യമാക്കുകയും അവരുടെ ദൈവത്തിന് ഉപദേശിക്കുകയും ചെയ്യും. അവൻ രാത്രിയിൽ അധികാലത്ത് ഇരുട്ടുള്ളപ്പോൾ അവൻ പ്രാർത്ഥനയ്ക്ക് പതിപോലെ സമയം കണ്ടെത്തിയിരുന്നു. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, എത്ര തിരക്കുണ്ടെങ്കിലും, നിങ്ങൾക്ക് എത്ര തിരക്കുണ്ടെങ്കിലും നിങ്ങൾ പതിവ് പോലെ ദൈവവചനം വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും നിങ്ങൾ സമയം കണ്ടെത്തണം.
രക്തജയം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നത്, ഹല്ലേലൂയ, നാം ദൈവവചനം നാം വായിക്കുമ്പോൾ നമ്മുടെ ജീവിതം വളരെ ഒഴുക്കും ക്രമവുമുള്ളതായിരിക്കും. അല്ലെങ്കിൽ ചില ആളുകൾ പറയല്ലേ, എത്ര അങ്ങോട്ട് തള്ളിയാലും നീങ്ങുന്നില്ല, എത്ര അങ്ങോട്ട് ഉന്തിയാലും പോകുന്നില്ല എന്നൊക്കെ പറയാം. ജീവിതം ഭയങ്കര ദുരിതവാസമായി, ഓരോ ദിവസം തള്ളി നീക്കാൻ ഭയങ്കര പാടാ എന്നൊക്കെ പറയാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? എന്നോട് ഒരുപാട് പേര് പറയട്ടെ, ഒരു ദിവസം തള്ളി നീക്കാൻ ഭയങ്കര പ്രയാസവാസമായി, ദിവസം അങ്ങോട്ട് പോകുന്നില്ല, സമയം അങ്ങോട്ട് തീരുന്നില്ല എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു ദിവസം തള്ളി നീക്കുവാൻ, ഒരു ദിവസം നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ, ഒരു ദിവസം നിങ്ങൾ കഷ്ടിച്ച് കടന്നു പോകാൻ നിങ്ങൾ ഇത്രമാത്രം ഭാരപ്പെടുന്നെങ്കിൽ, സത്യവേദ പുസ്തകം നിങ്ങൾ വായിച്ച് തിരുവെഴുത്തുകളെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് സൂക്ഷിച്ചാൽ, പുഴയിലെ വെള്ളം ഒഴുകുന്നത് പോലെ നിങ്ങൾ പകൽ 12 മണിക്കൂർ ഒഴുകും. അല്ലെങ്കിൽ രാത്രിയിലെ 24 മണിക്കൂറും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ പോകാൻ കഴിയും. വചനം നിന്റെ ഉള്ളിലില്ലെങ്കിൽ, ദൈവം നിന്റെ ഉള്ളിലില്ലെങ്കിൽ നിനക്കെല്ലാം കഷ്ടതയായിരിക്കും. അങ്ങനെയുള്ളവരാണ് ഭയങ്കര പ്രയാസമാണ് കഷ്ടതയാന്ന് പറയുന്നത്. പക്ഷെ വചനമുണ്ടെങ്കിൽ വചനം നിന്നെ വെള്ളം ഒഴുകുന്നത് പോലെ ഈ ഭൂമി നടത്തും. പ്രൈസ് ദി ഹല്ലേലൂയ. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഭൂമിയെ നോക്കി, ഭൂമി പാഴും ശൂന്യമായിരുന്നു, ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ട് ഓരോന്നിനെയും മനോഹരമായി ക്രമീകരിച്ച് ശരിയാക്കി. ഉൽപ്പത്തി പുസ്തകം 1:1 വായിച്ച കണ്ടിരുന്നു. സ്തോത്രം. ഭൂമി പാഴും ഭൂരഹിതവുമായി കിടന്നു. ഭൂമി പാഴും ശൂന്യമായി കിടന്നു. പാഴും ശൂന്യമായി കിടന്ന ആ ഭൂമി ആഴത്തിന്മേൽ ഇരുൾ, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. എല്ലാം ക്രമീകൃതമായിട്ട് ഹല്ലേലൂയ നാമെ സൂക്ഷിച്ചു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ ആത്മജീവിതം പാഴും ശൂന്യമായി ഇരുളുമായി ഇരിക്കാതെ, നിങ്ങളുടെ ആത്മജീവിതം പാഴും ശൂന്യവും അല്ലെ, നിങ്ങളുടെ ആത്മജീവൻ പാഴും ഭൂരഹിതവുമായി ഇരിക്കാതെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു എന്ന് പറഞ്ഞതുപോലെ, പരിവർത്തിച്ചുകൊണ്ട് എല്ലാം ക്രമീകൃതമായി സൂക്ഷിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിപ്പാൻ അവസരം കൊടുത്താൽ, ഹല്ലേലൂയ, ആ വെള്ളത്തിന്മേൽ പരിവർത്തിച്ച പരിശുദ്ധാത്മാവിനെ പോലെ നിന്റെ ഉള്ളിലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ, എല്ലാം ക്രമീകൃതമായി നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നിങ്ങളത് പരീക്ഷിച്ച് നോക്കിയാട്ട. അപ്പൊ നമ്മളിൽ എന്താ വേണ്ടത്? ആഴത്തും ഇരുളുണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ വെള്ളത്തിന്മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്ന പോലെ നമ്മുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പ്രവർത്തിക്കുന്നു എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ ലോകമല്ല നമ്മുടെ മേൽ പ്രവർത്തിക്കേണ്ടത്. ചിലരേക്ക് ഭരിക്കുന്നത് കള്ള, ചിലരേക്ക് ഭരിക്കുന്നത് കഞ്ചാവ, ചിലരേക്ക് ഭരിക്കുന്നത് ലോകത്തിന്റെ മാലിന്യങ്ങള്, ചിലരേക്ക് ഭരിക്കുന്നത് ഈ ലോകത്തിന്റെ ചണ്ടിക്കൂമ്പാരങ്ങളാ, ചിലരേക്ക് പ്രവർത്തിക്കും, ചിലരേക്ക് നടക്കുന്ന ക്രിയകളൊക്കെ കണ്ട നമുക്ക് ലജ്ജ തോന്നും. പക്ഷെ നിന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കൂട്ടം ആളുകളുണ്ട്, രാവിലെ എഴുന്നിട്ട് വീട്ടിലെ പണി തീർക്കുന്ന വീട്ടിലേക്ക് ഓടും, പിന്നെ പൊട്ടത്തുള്ളും കളിവാക്കും ചീത്തത്തരമൊക്കെ പറഞ്ഞ് ചേർച്ചയില്ലാത്ത പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് ആഹ്ലാദിക്കുന്ന ഒരു കൂട്ടം ജനത്തിനും കാണാൻ കഴിയും. ഹല്ലേലൂയ. ആണിലും പെണ്ണിലും ഒക്കെ വിട്ട് കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മടങ്ങി വന്നിട്ടേ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി. കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവ് ഏറ്റവും ആസന്നമായി. കാഹളം ധനിക്കുന്ന സമയമായി. ദൈവത്തിന്റെ സഭയെ ചേർക്കാൻ സമയമായി. സഹോദര സഹോദരി ഒരുങ്ങിയിട്ടുണ്ടോ? കർത്താവിന്റെ ഗംഭീര നാദത്തോടും പ്രധാനത്വത്തിന്റെ ശബ്ദവും ദൈവത്തിന്റെ കാഹളത്തോടുകൂടെ മധ്യാകാശത്തിൽ വരാൻ സമയമായി. മുമ്പേ മരിച്ച വിശുദ്ധന്മാരൊക്കെ ഉയർത്തെഴുന്നേക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. പിന്നെ ജീവനോടെ ഇരിക്കുന്ന നാം ഓരോരുത്തരും രൂപാന്തരം പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പരിവർത്തിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ ഇരുളുകൾ മാറിപ്പോകണം, ശൂന്യതകൾ മാറിപ്പോകണം. പാഴും ഭൂരഹിതമായ അനുഭവത്തിൽ നിന്ന് നീ പുറത്തു വരണം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന സഹോദര, ഇന്നും നിന്റെ ഭവനം പാഴും ശൂന്യമായ അനുഭവമല്ലേ? നിന്റെ ജീവിതം പാഴും ശൂന്യമായ അനുഭവമല്ലേ? നീ എത്ര ആഗ്രഹിച്ചിട്ടും എത്ര അധ്വാനിച്ചിട്ടും നിനക്ക് ജീവിതത്തിൽ മുന്നേറേണ്ടതുപോലെ മുന്നേറുക കഴിയാതെ ഇന്നും നീ തകർച്ചയുടെ വക്കിലല്ലേ? ഇന്നും നിനക്ക് പരിഭവങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, കണ്ണുനീര് മാത്രമല്ലേ ഉള്ളൂ. എനിക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചതിന് മുമ്പ് ആവർത്തിച്ചു? അത് മാത്രമേ എന്റെ ചോദ്യം ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? വെള്ളത്തിന്റെ പരിവർത്തിച്ച പരിശുദ്ധാത്മാവിന് പ്രവർത്തിപ്പാൻ നിന്റെ ഹൃദയം നീ വിട്ടുകൊടുക്കാത്തതിന്റെ, ജീവിതത്തിന് കൊടുക്കാത്തത് കൊണ്ട്, നിന്റെ ഭവനത്തെ ഏൽപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ട്. ഹല്ലേലൂയ. ഇന്നും നിനക്ക് തകർച്ച തന്നെയാണ്.
നമുക്കറിയാം വെള്ളത്തിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു? മനുഷ്യനെ നോക്കും, മനുഷ്യന് മേൽ വെള്ളം പരിവർത്തിച്ചുകൊണ്ടിരിക്കുക. വെള്ളത്തിന്റെ ദൈവത്തെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു പറയുമ്പോൾ വേദപുസ്തകം ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ നോക്കെങ്കിൽ വെള്ളത്തിന്മേൽ വെള്ളമാണ് മനുഷ്യന്മേൽ പരിവർത്തിക്കുക. എന്ത് വെള്ളമാണ്? ഈ കടയിൽ നിന്ന് കിട്ടുന്ന വിഷം, അല്ലെങ്കിൽ ബീവറേജിൽ നിന്ന് കിട്ടുന്ന വിഷമൊക്കെ ഇല്ലേ, കള്ള് ഷാപ്പിൽ നിന്ന് ബാറിൽ വിഷം, അതാ പലരുടെ മേലും പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിനക്ക് എങ്ങനെ ദൈവത്തെ കാണാൻ കഴിയും? പിന്നെ എങ്ങനെ നിനക്ക് പതിവ് പോലെ പ്രാർത്ഥിക്കാൻ കഴിയും? പിന്നെ എങ്ങനെ പതിവ് പോലെ ഉപദേശിക്കാൻ കഴിയും? നിന്റെ മേൽ പരിവർത്തിക്കുന്നത് എന്താണ്? അല്ലേ എന്നെ കേൾക്കുന്ന മാതാപിതാ, നിന്റെ മേൽ പരിവർത്തിക്കുന്നത് എന്താണ്? അല്ലെ ഈ ലോകത്തിന്റെ വിഷദ്രാവകങ്ങളാണോ നിന്റെ മേൽ പരിവർത്തിക്കുന്നത്? നിനക്ക് പ്രാർത്ഥിക്കാൻ സമയം കാണത്തില്ല. എന്നാൽ വെള്ളത്തിന്റെ പരിവർത്തിച്ച പരിശുദ്ധാത്മാവാണ് നിന്റെ മേൽ പരിവർത്തിക്കുന്നതെങ്കിൽ നിനക്ക് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഉപദേശിക്കുവാനും ഒക്കെ സമയം കാണും. അതുകൊണ്ട് ഹല്ലേലൂയ, നമുക്കറിയാം, സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ വേലകൾ നാം ചെയ്യുവാൻ ഒരുങ്ങുമ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവൻ നിലവിളക്കിന്റെ ദീപം മുൻവശത്തേക്ക് തിരിച്ചു കൊളുത്തിയ സംഖ്യാപുസ്തകം 8:3 നിങ്ങളുടെ ഗൃഹകാര്യങ്ങളെ ക്രമത്തിലാക്കണമെന്ന് കർത്താവ് ഹിസ്കിയാവിനോട് പറഞ്ഞത് 2 രാജാക്കന്മാരുടെ പുസ്തകം 20:1 യേശു മരുഭൂമിയിൽ 5 അപ്പം 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചുവെന്ന് മർക്കോസ് സുവിശേഷം 6:40 ഇങ്ങനെയൊക്കെ രേഖപ്പെടുത്തി എല്ലാത്തിനും ഒരു ക്രമീകൃതമായ ഒരു പതിവ് പോലെ സിസ്റ്റമുണ്ടായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവമായിട്ട് നല്ലൊരു ബന്ധം, ദൈവമായിട്ട് നല്ലൊരു ബന്ധം നമുക്കുണ്ടായിരിക്കണം. യേശു പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയങ്ങളിലെല്ലാം തന്റെ മുമ്പിൽ വലിയ പുരുഷാരമാണ്. ഹല്ലേലൂയ. അപ്പൊ യേശു പോകുന്ന വഴിയിലെല്ലാം അത്ഭുതങ്ങളാണ് നടക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് യേശുക്രിസ്തു പോകുന്ന വഴിയിലെല്ലാം ഒരുപാട് വലിയ പുരുഷാരം, അവരുടെ വലിയ അത്ഭുതങ്ങളാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ കർത്താവ് യേശുക്രിസ്തുവിനെ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ ദാസന്മാർ ഒരുപാട് സ്ഥലങ്ങളിൽ യേശു സഞ്ചരിക്കുന്നുണ്ട്. പക്ഷെ വലിയ പുരുഷാരം പോയിട്ട് ഒരുവൻ പോലും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഒരു പൊട്ടച്ചനും കളിവാക്കൊക്കെ പറഞ്ഞാൽ പോകുന്നത്. ഇനി അങ്ങനെ പോയാൽ യേശു പോകുന്ന വഴിയിലൊക്കെ വലിയ അത്ഭുതങ്ങൾ അടയാളം നടന്നു. ഇന്നത്തെ കാലഘട്ടത്തിലെ ദൈവസഭയെ, പ്രത്യേകിച്ച് ദൈവദാസം, നിങ്ങൾ പോകുന്ന വഴിയില് യേശുവിനെ അനുഗമിച്ചൊരു പുരുഷാരം നിന്നെ അനുഗമിക്കാനുണ്ടോ? ഇനി നീ പോകുന്ന വഴിയിൽ എന്നെ അനുഗമിക്കുന്ന പുരുഷാരത്തിന്റെ നിന്നിലൂടെ അത്ഭുതങ്ങൾ അടയാളം നടക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? നിന്റെ മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്നില്ല. നിന്റെ മേലുള്ള കൃപ നഷ്ടപ്പെട്ടു പോയെന്ന് നിനക്ക് നിരാശയുമായി മാറി, കസരക്കാലുകളിയാ. അതുകൊണ്ട് നിന്റെ ശുശ്രൂഷ നഷ്ടപ്പെട്ടു പോയി. നിന്റെ ശുശ്രൂഷ ഇപ്പം പുകഞ്ഞിരിക്കുകയാണ്. പ്രേസരോ, മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം കേട്ടോ. ദൈവം സകലത്തിനും ക്രമീകരണം ആഗ്രഹിക്കുന്നതിനാൽ നിങ്ങളുടെ പ്രാർത്ഥന ജീവിതത്തിൽ ഒരു ക്രമീകരണം ഉണ്ടായിരിക്കണം. യേശുക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞുകൊടുത്ത കാര്യങ്ങളിലും നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് തന്നെയാണ്. യേശു ശിഷ്യന്മാരെ പ്രാർത്ഥനാശീലമുള്ളവരാക്കി മാറ്റി, അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിന്ന് പറഞ്ഞ് സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചു. നിങ്ങൾ നിങ്ങളുടെ മക്കളെ എങ്ങനെ പഠിപ്പിക്കാറുണ്ടോ? നിങ്ങളുടെ സഭയിലുള്ളവരെ എങ്ങനെ പഠിപ്പിക്കാറുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ കണ്ണുനീരോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദേശത്തിന് സൗഖ്യം വരുമെന്ന്. കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചാൽ ദേശത്തിന് സൗഖ്യം വരും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ നാമം വിളിക്കപ്പെടുക, എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ അവരുടെ പ്രാർത്ഥന കേട്ട ഒരു ദേശം സൗഖ്യം വരുത്തി കൊടുക്കും. നമ്മൾ വചനം വായിക്കുന്നുണ്ട്. 2 പോകുന്നതിലൊക്കെ വന്നത് കാണാൻ കഴിയും. പ്രേസോ, ഹല്ലേലൂയ. ഭാഗത്തേക്ക് പോകാൻ സമയമില്ല. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഒരു പ്രാർത്ഥന ജീവിതം ഉണ്ടായിരിക്കണം. നിങ്ങൾ അനുദിന രാവിലത്തെ സ്തോത്രങ്ങളും സ്തുതികളും ദൈവത്തിന് പറഞ്ഞുകൊണ്ട് ദൈവവചനം വായിച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കണം. കുടുംബമടക്കം, വീടടക്കം നീ പ്രാർത്ഥിക്കാൻ മുന്നോട്ട് പോവാ. നിന്റെ ഭവനത്തിന് ബന്ധനങ്ങൾ കഴിയും. പലരും ഞങ്ങളുടെ കുടുംബത്തിന് ബന്ധനമോ, മക്കൾക്ക് ബന്ധനമോ, കുട്ടികൾക്ക് ബന്ധനമോ, വരുത്തുപോക്കുണ്ട്, ദുർമന്ത്രവാദം, ദുർസേവകളുടെ ദുർശക്തികളൊക്കെ ഉണ്ട്. പാസ്റ്റേ പ്രാർത്ഥിക്കണം. അഭിചാരങ്ങൾ കൂടത്തിന്റെ ക്ഷുദ്രമുണ്ട്, ഹല്ലേലൂയ എന്നൊക്കെ പറയാനുണ്ട്. അതൊക്കെ ഉണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ പ്രാർത്ഥിച്ചതൊക്കെ അങ്ങ് അഴിഞ്ഞു പോക്കോളൂ, അതൊക്കെ കരിഞ്ഞു പോക്കോളൂ. നീ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നീ അതിനടിമപ്പെട്ട് ഭയപ്പെട്ട് നടക്കേണ്ടി വരും. പ്രവേശനോ. പിന്നെ നിന്നെ ഭയപ്പെടുത്താൻ വേണ്ടി ചില വാസുമാരും ചില ഉപദേശിമാരും കൂടെ വരും. ഹല്ലേലൂയ. നിന്റെ വീടിന്റെ ഉമ്മറത്ത് കട്ടലക്കയുടെ അടിയിലൊരു തകിടിരിപ്പുണ്ട്. നീ കയറി ചെല്ലുന്ന വീടിന്റെ ആദ്യത്തെ സ്റ്റെപ്പിന്റെ അടിയിൽ ഒരു തകിടിരിപ്പുണ്ട്. നിന്റെ അടുക്കളയുടെ മൂലയ്ക്ക് വിട്ടിരിക്കുന്ന ആ കല്ലിന്റെ സൈഡിലൊരു തകിടിരിപ്പുണ്ട്. അതുകൊണ്ട് വീട്ടിലൊരു 3 ദിവസം ഉപവാസ പ്രാർത്ഥന നടത്താം. 3 ദിവസം ഉപവാസ പ്രാർത്ഥന നടത്തി. പറഞ്ഞ പാസ്റ്റർക്ക് എടുക്കാൻ അറിയത്തില്ല.
പറഞ്ഞു പുള്ളി, പക്ഷെ പുള്ളിക്ക് എടുക്കാൻ അറിയില്ല. അങ്ങനെയുള്ള ചില തരികിടെ ആൾക്കാരൊക്കെ നിന്നെ സമീപിച്ച് നിന്നെ ഭയപ്പെടുത്തും കേട്ടോ. നീ ദൈവവചനം വായിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ പരിവർത്തിച്ചാൽ ഒരു തകിടിനും നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ പരിവർത്തിക്കാത്തടത്തോളം കാലം സാത്താൻ നിന്നെ പോരാടും. അവൻ മനുഷ്യവേഷത്തിൽ വരും. അതുകൊണ്ട് ഞാൻ വായിച്ച വചനത്തിലേക്ക് വരട്ടെ. നമ്മൾ വായിച്ചത് ലൂക്കോസ് സുവിശേഷം 4:16. അവൻ വളർന്ന നസ്രത്തിൽ വന്ന് ശവത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നുവെന്ന് ലൂക്കോസ് 4:16. അവൻ അലിയ സ്തോത്രം അലി ഒരുപോലെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തുവെന്ന് ലൂക്കോസ് 22:39. അവൻ പതിവ് പോലെ ജനത്തെ ഉപദേശിച്ചു മർക്കോസ് 10:1. അങ്ങനെ യേശുവിനെ കുറിച്ച് പലതും ശുശ്രൂഷ കാണാൻ കഴിയും. അത് നീ അനുഭവത്തേക്ക് മടങ്ങിയിട്ട് കണ്ണുകളുടെ ചാട്ട പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗ പിതാവേ, ഈ വചനം കേട്ടുള്ള സകല ജനത്തെ ഞങ്ങൾ ഓർക്കുന്നു. 3 കോടി ജനം കേരളത്തിലോ ഇന്ത്യയിൽ 145 കോടി, ലോകരെ 800 കോടി ജനം. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല. പുല്ലോട്ട് കൊട്ടാരത്തി വരെ പറക്ക രാജ്യരാഷ്ട്ര തരം മാട്ടക്ക് എല്ലാ അധികാരികളെയും ന്യായമാരെയും കർത്താവ് വിശേഷത്തിൽ ബാലികോമാരിക്ക് വരുത്തി നിരാനും വൃത്താശന തടവയിലായിരിക്കുന്ന സകല ജനത്തെ എടുത്ത് കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവങ്ങളെ ദിവസമാരി ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് പതിവ് പോലെ പ്രാർത്ഥന ചെയ്യുന്ന വാചനാശീലം, വചനം വായിക്കുക, പ്രാർത്ഥിക്കുക, കർത്താവിനെ പോലെ വിശുദ്ധ ജീവൻ നയിപ്പാൻ, ക്രമീകരണ ജീവൻ നയിപ്പാൻ ജനത്തെ ഒരുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ.